ഞാൻ അലക്സ് എങ്ങനെയുറപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പൂജയാണ്, സിനിമയുടെ പൂജയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. നമ്മുടെ AK ഫിലിംസിൻ്റെ ബാനറിൽ അനന്തൻ കടയ്ക്കൽ സംവിധാനം ചെയ്യുന്ന അത്താഴ് വീഞ്ഞ എന്ന് പറയുന്ന സിനിമയുടെ പൂജയാണ്. അപ്പോൾ നമുക്ക് നേരെ പൂജയിലോട്ട് പോകാം. കൂടുതൽ കാര്യങ്ങളും മുഖ്യ അതിഥിയായിട്ട് വരുന്ന സീരിയൽ ആർട്ടിസ്റ്റിനെയൊക്കെ നമുക്ക് കാണുകയും എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് പൂജയിലോട്ട് പോകാം. പൂജാ ചടങ്ങാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഏവരും പ്രതിനിധിയുടെ ഭാഷയിൽ സ്വാഗതം ചെയ്യാം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞങ്ങളുടെ എല്ലാവരെയും സംബന്ധിച്ചത്. കാരണം ഫിലിമീഡിയ എന്നൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പ്രൈമറിയായിട്ടുള്ള വളർച്ചയാണ് അനന്തൻ കടയ്ക്കൽ എന്ന എന്റെ പേര് സുഹൃത്തിന് ഉണ്ടായിരുന്നു. ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന 1 മണിക്കൂർ നേരിടുന്ന ഒരു ചലച്ചിത്രം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ആ ചലച്ചിത്രത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ ഇരിക്കുന്ന ഒരു മെജോറിറ്റി ആൾക്കാർ. കാരണം അതൊരു ചലച്ചിത്രം എന്നതിലുപരി നമുക്ക് സിനിമയെ കുറിച്ച് പഠിക്കാനും ഒരു സിനിമ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കി തരികയും ചെയ്ത ഒരു സംഗതിയായിരുന്നു ബ്ലാക്ക് മാസ്. ടെലിവിഷൻ തിയേറ്ററിലാണ് ആ ഒരു സിനിമ ഞങ്ങൾ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നത്. അനന്തൻ കടയ്ക്കലിന്റെ അത്യാവശ്യം നല്ലൊരു സംവിധാനം അതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. അനന്തനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ക്യാമറമാനാണ്. വളരെ ഗ്രാസ്റൂട്ട് ലെവലിൽ നിന്നും പഠിച്ചു വന്ന വ്യക്തിയാണ്. ക്യാമറ പഠിച്ചു, അതിനുശേഷം എഡിറ്റിങ്ങും സംവിധാനവും എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അനന്തനെ വളർത്തിയത് ഈ ഓരോരുത്തരും തന്നെയാണ്. വളരെ നല്ലൊരു ഫസ്റ്റ് ഫിലിം വളരെ നല്ലൊരു രീതിയിൽ അത് ചെയ്യാനായിട്ട് അതിന് സാധിച്ചു. അതിനുശേഷം എല്ലാവരുടെയും വെച്ചുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും സന്തോഷത്തിൽ അല്ലെങ്കിൽ നല്ല സപ്പോർട്ട് കൊണ്ട് അത്താഴം എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ന് പൂജ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൽ നാണ്യകലായിട്ട് മാറണം. അതിന് നമ്മളെല്ലാം കൂടെ ശ്രമിച്ച് നല്ല രീതിയിലൊരു ചിത്രം ഒരുക്കിയെടുക്കണം എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഹൊറർ ചിത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നമ്മൾ ഒട്ടനവധി നവാഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് മുന്നേ നമ്മൾ ഇതിന് മുന്നേ ബ്ലാക്ക് മാസ്റ്റർ എന്ന ചിത്രം നമ്മൾ ചെയ്തു. അത് ഭാഗ്യലക്ഷ്മി തിയേറ്ററിൽ പുല്ലൂരാണ് റിലീസ് ചെയ്തത്. അതിന് പിന്നെ അതുപോലെ നമ്മുടെ ധനലക്ഷ്മി തിയേറ്റർ കൊല്ലൂരാണ് റിലീസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒട്ടനവധി ഷോർട്ട് ഫിലിമുകൾ കഴിഞ്ഞു. റിലീസ് ചെയ്ത എബിൻ സുരേന്ദ്രൻ പറഞ്ഞായിരുന്നു, നമുക്ക് നമ്മുടെ ഈ പടം വളരെ വിജയകരമാക്കി പോകുവാൻ നമ്മളെല്ലാവരുടെ കൂട്ടായ്മയിലൂടെ ചെയ്യുന്ന ചിത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഒപ്പം തന്നെ നമ്മുടെ ഈ പടം നല്ലൊരു വിജയമായി തീരണം എന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവിധ വിജയത്തിനും ഇത് കാരണമാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. പുതിയൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 68ഓളം ഷോർട്ട് ഫിലിമുകൾ, 3 ആൽബങ്ങൾ, അതേപോലെ തന്നെ പ്രോഗ്രാമുകൾ, ഇത്രയും ഞങ്ങൾ ഒരൊറ്റ ടീമായിട്ട് ഏകദേശം ഒരു 50ഓളം ആർട്ടിസ്റ്റുകാരെ വെച്ച് 50ഓളം പുതുമുഖങ്ങളായിട്ടുള്ള ആർട്ടിസ്റ്റുകാരെ വെച്ചിട്ട്
ഞങ്ങൾ തുടങ്ങിയൊരു പ്രോഗ്രാമായിരുന്നു, അല്ലെങ്കിൽ വർക്കായിരുന്നു. കാരണം ഏകദേശം 2 വർഷം മുമ്പ് കൊറോണ സമയത്ത് 4 പേരെ വെച്ച് തുടങ്ങിയ ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു ഇന്ന് ഈ നിലയിൽ വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം വർക്കുകൾ ചെയ്ത് എല്ലാ പ്രേക്ഷകരും, കാരണം ജനങ്ങളാണ്, പ്രേക്ഷകരാണ്, നമ്മുടെ ടീമാണ്, ഇത്രയും പേരാണ് നമുക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പേരോട് എനിക്ക് നന്ദി പറയാനുണ്ട്. കാരണം ഒരുപാട് പേരോട്, കാരണം ഇത്രയും നിലയിലെത്തിക്കാനായിട്ട് പേരെടുത്ത് പറയുന്നില്ല, കാരണം പേരെടുത്ത് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു സിനിമ എന്ന് വെച്ചാൽ ബ്ലാക്ക് മാസം എന്ന് പറഞ്ഞൊരു സിനിമ തുടങ്ങിയിരുന്ന സമയത്ത് ഏകദേശം 2-3 മാസത്തോളം ആ ഒരു വർക്കിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 75 ആർട്ടിസ്റ്റ് ഉൾപ്പെടുത്തി 10-15 ദിവസം ഞങ്ങൾ ഷൂട്ട് തീർത്തുമായിരുന്നു. കാരണം അതിൽ ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, ചെറിയ ഫണ്ടിങ്ങിനുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം പ്രോബ്ലം ഉണ്ടായിട്ടുള്ള ഞങ്ങളത് കഴിഞ്ഞ കൊറോണയ്ക്ക് മുമ്പ് തന്നെ റിലീസ് ചെയ്യാൻ സാധിച്ചു. അതിപ്പോൾ യൂട്യൂബിലുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം അതിനുശേഷം ഏകദേശം ഏപ്രിലായിരുന്നു അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ റിലീസിങ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു 1 വർഷം ഈ ഏപ്രിൽ തന്നെ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആലോചനയാണ് നിൽക്കുന്നത്. കാരണം 1 വർഷം ഗ്യാപ്പിൽ 1 വർഷം ഒരു സിനിമ ജനിക്കണം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഇത്ര ടീം, ഞാൻ മാത്രമല്ല, ഈ ഒരു 50 പേര് അല്ലെങ്കിൽ 25 പേര് എൻ്റെ കൂടെ ആത്മാർത്ഥത്തോടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഏകദേശം 3 മാസത്തോളം ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ സ്ക്രിപ്റ്റിനായാലും കഥയ്ക്കായാലും പുറകെ ഓടി നടന്നിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു 4 പേരുണ്ട്. ഇപ്പം അജ്മൽ ഖാൻ, അശ്വൻ, കാർത്തിക, പിന്നെ എൻ്റെ ഫാമിലി, പേര് എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും. കാരണം ഒരുപാട് പറയില്ല, കൊറോണയാണ്, ആ സമയത്ത് പോലും ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇന്ന് വന്നിട്ടുള്ള അരുൺചേട്ടനൊക്കെ ഞങ്ങൾ സംസാരിച്ചു, ഒരുപാട് നന്ദിയുണ്ട് വന്നതിൽ. പിന്നെ ഈ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഥ ജസ്റ്റ് നിങ്ങൾ കാണുന്നത് ഏറ്റവും നല്ലത്. കഥ ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. കഥ ഞങ്ങളുടെ ഈ കഥയുടെ ടൈറ്റിൽ തന്നെ അത്താഴ വീ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. കാരണം അതിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു ബോർഡ്, ചെറുതല്ല ഒരു വലിയൊരു ബോർഡ് രീതിയിലേക്കാണ് ഈ ഒരു സബ്ജക്റ്റ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം സ്ക്രിപ്റ്റ് ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലൊക്കേഷൻ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങൾ, കാരണം ഈ ഇവിടെ വന്നിട്ടുള്ളവരും വരാത്തവരായിട്ടുള്ള എല്ലാവരും ഞങ്ങളിവിടെ സഹകരിക്കണം. ഈ ഒരു വർക്ക് ഭംഗിയിലാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ 5-6 വർഷമാണ് സിവിലിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാവരും പോലെ അഭിനയിക്കാനായിട്ടുള്ള എല്ലാവരെയും പോലെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതൊന്നും ലക്ഷ്യം മാത്രമല്ല, എപ്പോഴും അത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരിക്കലാണ് സീരിയലിൽ ചെന്നിട്ടത്. പൊതുവെ ഞാൻ സീരിയൽ ഇഷ്ടപ്പെടാത്ത, സീരിയൽ കാണാത്ത, ഇപ്പോഴും കാണാത്ത ഒരാളാണ്. സീരിയലിൽ അഭിനയിക്കുന്ന വലിയ അഭിനയമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പലരെയും നേരത്തെ പറഞ്ഞ നായിക പറഞ്ഞ സ്ഥിരം കാണുന്നതാണ്. ചിലപ്പോൾ സീരിയലായിട്ടുള്ള ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നായികയോ അങ്ങനെയുള്ള ആളുകളൊക്കെ റെഡിയാകാറില്ല. പിന്നെ താരചാടകൾ ഒരുപാട് കാണുന്നുണ്ട്. മിക്ക ലൊക്കേഷനിലും, മിക്ക സീരിയലിലും, മിക്ക താരങ്ങളിലും എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, വളരെ കുറച്ച് അങ്ങനെ താരചാടകളൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ സിനിമകൾ കൂട്ടായ്മകളിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. സീരിയലാകുമ്പോഴത്തേക്കും ഒരാൾ നമ്മളെ ജോലിക്ക് വിളിക്കുന്നു, നമ്മൾ ചെല്ലുന്നു, രാവിലെ ഏതാ മുഖമെന്ന് വെച്ചാൽ ആ മുഖത്തിലേക്ക് നേരിടുന്നു, കുറേ പൂ വയ്ക്കുന്നു, കുറേ കണ്ടെഴുതുന്നു, നീല സാരികൾ നീല ചെയ്തു, നീല പൂവയ്ക്ക്, നീല ലക്ഷ്യം കണ്ടിയും എന്നിട്ട് അങ്ങനെ കണ്ടിയും എന്ന് വെച്ചാൽ നീലല്ല സ്വന്തമായിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കോൺട്രാക്ട് ജോലി പോലെയാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തമാണ്. നമ്മൾ ഒരുപാട് പേര്, കുറച്ച് പേര് ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് നാളത്തെ ചർച്ച, ഒരുപാട് നാളത്തെ ചിന്തകൾക്ക് ശേഷം വരുന്ന ഒരു ഔട്ട്പുട്ടാണ് സിനിമ. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ വർക്കിലെത്തി നിൽക്കുകയാണ്. പുതിയ ടീം എന്നുള്ള നിലയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പുതിയ ടീമുകളാണ് എപ്പോഴും സക്സസ് ആയിട്ടുള്ളത്. മലയാള സിനിമയുടെ ചരിത്രം എടുക്കുന്നതിന് അറിയാം. ടീമുകളെല്ലാം സക്സസ് തന്നെയാണ്. ഇപ്പോൾ ടൊമിനോക്ക് സ്വന്തം ഒരു ടീമുണ്ട്, അവർക്ക് സ്വന്തം പ്രൊഫഷണൽസ് ഒരു ബേസും ഇല്ലാതെ അഭിനയിക്കാൻ അറിവുകൂടാതെ ഏറ്റവും പുറകിൽ നിന്നാൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് അഭിമാനത്തോടെ നിന്നതാണ് ജോജു എന്നുള്ളതാണ്. തോക്കം പിടിച്ചുകൊണ്ട് ഏറ്റവും അദ്ദേഹം ഇപ്പോൾ ഏറ്റവും മുന്നിൽ വിജയ് സേതുപതി ഗുണ്ടകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുറകിൽ തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ അയാളാണ് ഏറ്റവും മുന്നിൽ. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചവരുടെ പാതയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. പുതിയ ഇപ്പോൾ കൊറോണയുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് തിയേറ്ററുകൾ ഓണായി, OTT പ്ലാറ്റ്ഫോമുകൾ ഓണായി, സോഷ്യൽ മീഡിയ സജ്ജീകരണമായി ഏത് തരത്തിലും മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല വിജയം ആവട്ടെ ഈ ചിത്രമാണ് ആത്മാർത്ഥമായിട്ട്. നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ഷൈനാണ്. ബ്ലാക്ക് മാസിന്റെയും ക്യാമറ ഷൈൻ തന്നെയായിരുന്നു. ഷൈൻ്റെ പേര് പറയുന്ന ഷൈൻ ഇഷ്ടമല്ല, എങ്കിലും ഞാൻ ഷൈൻ എന്ന് ഒരുപാട് നേരം പറഞ്ഞുകൊണ്ട് തന്നെ ക്യാമറമാൻ ഷൈനാണ്. ഞാനതേ കടമയിലേക്ക് വളർന്നു. അത്താഴ വീഞ്ഞ് എന്ന ഈ ചലച്ചിത്രത്തിന്റെ നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലേറ്റായിട്ടാണ് നമ്മുടെ നായിക എത്തിയത്. പുള്ളിക്കാരി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അത്രയും സമയം വൈകിച്ചുവെങ്കിലും എത്തിയത്. തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തിന്റെ കടക്കൽ മണ്ണിലേക്ക് ആദ്യം ഞാൻ നന്ദി പറയുകയാണ്. അപ്പൊ ഏതായാലും ഞങ്ങളുടെ അത്താഴ വീഞ്ഞിന്റെ നായിക അനാമികയാണ്. അനാമിക ഒന്ന് എഴുന്നേൽക്കാമോ? നല്ല രീതിയിലുണ്ട്. അനാമികയുടെ ഫസ്റ്റ് ഫിലിമാണ്. ഷോർട്ട് ഫിലിംസ് ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരു ക്യാരക്ടറാണ് അനാമിക ചെയ്യാൻ പോകുന്നത്. അപ്പൊ അനാമികയെ ഞാൻ വേദിയിൽ ക്ഷണിക്കണം രണ്ടു പ്രാവശ്യം സംസാരിക്കുന്നതിന് വേണ്ടി. അനന്തൻ കടങ്ങിൽ എന്ന് പറഞ്ഞ ഡയറക്ടർ സാറിന്റെ ഈ എനിക്കൊരു അവസരം ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു ടെൻഷനാണ് ആരും വിചാരിക്കുന്നത്. സെറ്റ് ആവുമ്പോൾ എനിക്ക് ടൈം കിട്ടിയല്ലോ, അതിൻ്റെ ഒരു ചെറിയ ടെൻഷനാണ്. അപ്പം ഇങ്ങനൊരു ചാൻസ് കിട്ടിയതിന് തന്നെ വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഞാൻ നേരത്തെ ഷോർട്ട് ഫിലിംസ് പിന്നെ വെബ് സീരീസ് അതിലൊക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല വിജയത്തിലേക്ക് എത്തട്ടെയെന്ന് ആശംസിക്കുന്നു. അത്താഴ വീഞ്ഞ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് കാർത്തിക. അപ്പോൾ എന്താണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ AK ഫിലിംസ് ബാനറിൽ അനന്തൻ കടക്കിൽ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണിത്. ഏറ്റവും മനോഹരമായ ഒരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണിത്. എന്ന് പറയുന്ന ഒരുപാട് സസ്പെൻസുകൾ ഞങ്ങൾ ഇതിനകത്ത് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. OTT റിലീസായിരിക്കും നമ്മൾ മോസ്റ്റ്ലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ കഥ ശാന്തിനി കടക്കിൽ, പിന്നെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലിറിക്സ് ചെയ്തിരിക്കുന്നത് മജ്മൽ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ അശ്വിൻ അശോക്. പിന്നെ സിനിമയുടെ മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതുവരെയുള്ളൊരു ഫിലിമിൻ്റെ ഒരു ഫ്ലോയിൽ ഒരു വേറിട്ടൊരു ചിന്താഗതി തന്നെയാണ്. ഒരു സമകാലിക വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ചെയ്യുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് അത്താഴ വീഞ്ഞ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അത്താഴ വീഞ്ഞ് എന്ന് പറയുന്ന ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള നമ്മുടെ അനന്തൻ കടക്കൽ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഒരു പുതിയൊരു പടമാണ്. കാരണം ഇപ്പം എൻ്റെ രണ്ടാമത്തെ പടമാണ്. അപ്പം ഏകദേശം പൂജ കഴിഞ്ഞു. ഇനിയിപ്പം ഈ മാസം ഫെബ്രുവരി മാസം തന്നെ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളുണ്ടാവും. അടുത്ത ഏപ്രിൽ തന്നെ ഒരു OTTക്ക് റിലീസ് ചെയ്യാനുള്ള പ്ലാനിങ്ങാണ് നിൽക്കുന്നത്. ഏകദേശം 51ഓളം പേര് പുതുമുഖങ്ങളാണ്. പിന്നെ നമ്മുടെ ചക്കപ്പഴം ഫേമസ് ആയ റാഫി, അതിനൊക്കെ നമ്മുടെ മഴവിൽ മനോരമയിലെ മൗനരാഗത്തിലെ വില്ലനായിട്ട് അഭിനയിക്കുന്ന അരുൺചേട്ടൻ, അങ്ങനെ കുറച്ച് പേര് ആർട്ടിസ്റ്റായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ നായിക നമ്മുടെ അനാമിക. അനാമികയുടെ ഫസ്റ്റ് ഫിലിമാണ്. സ്ഥലം തൃശ്ശൂരാണ് സ്ഥലം. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ ഇത് പ്രൊഡക്ഷൻ കൺട്രോളർ സജു വൈദ്യൻ. ഓക്കെ. കോർഡിനേറ്ററും എല്ലാം ആണല്ലേ. ഓക്കെ. ഏതായാലും പടം എല്ലാം നല്ല ഒരു ഹിറ്റായി മാറട്ടെ. ഓക്കെ. ഓക്കെ, തീർച്ചയായും. ഓക്കെ. അങ്ങനെ കാർത്തിക തിരക്കഥ എഴുതി അനന്തൻ കടക്കൽ സംവിധാനം ചെയ്യുന്ന അത്താഴ വീഞ്ഞ് എന്ന സിനിമയുടെ പൂജ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്ത് എൻ്റെ നടിയൊക്കെ നമ്മളെ പരിചയപ്പെട്ടു. അപ്പം എൻ്റെ മെയിൻ നടൻ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. എങ്കിലും നമ്മുടെ പൂജാ വിഷയങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അത്താഴ വീഞ്ഞ് എന്ന ഈ സിനിമയ്ക്ക് എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും പേരിൽ എല്ലാവിധ വിജയവും നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ സിലായി.